നമസ്കാരം, പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്നുള്ളത് തമിഴ്നാട്ടിലെ മധുരയിലുള്ള ശിവാനന്ദ യോഗവേദന്ത മീനാക്ഷി ആശ്രമത്തിലെ വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ എന്നുള്ളത്, ഞാനിതിന് മുമ്പ് തൊട്ട് മുമ്പ് ഇതേ വീഡിയോസ് ശിവാനന്ദ ആശ്രമത്തിൻ്റെ തന്നെ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് പറയുന്നത്. കാരണം അതിൽ 2018 മുതൽ 20 വരേക്കുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിലുള്ളതും ആ സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും ആ സമയത്തുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനതിൽ ആ വീഡിയോയിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഇതിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും 2018 വരേക്കുള്ള കാലം എന്നുള്ളത് എൻ്റെ പഠനത്തിൻ്റെയും എക്സ്പെരിമെൻറ്റിൻ്റെയും കാലമായിരുന്നു. ഈ 2020 ശേഷമാണ് എനിക്ക് ഇമ്പോസിബിൾ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കാൻ സാധിച്ചത് 2020 ശേഷമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും പിന്നെ ആ വീഡിയോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 2020 to 2024 വരേക്കുള്ള വീഡിയോസാണ് ഇനി അടുത്ത് വരാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ എന്നുള്ളത് 2020 to 2022 വരേക്കുള്ള കാലഘട്ടത്തിലുള്ള ഇതാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ലെങ്ത്താണ് വീഡിയോ വരുന്നത് 24 വരേക്കും നോക്കുന്ന സമയത്ത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂറിൻ്റെ ഫുൾ ലെങ്ത്ത് വീഡിയോസാണ് ഉണ്ടായിരുന്നത്. 230 ക്ലിപ്സാണ് ഇതിൽ മൊത്തമുള്ള വീഡിയോ എന്നുള്ളത്. അതിന് ഷോർട്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ 20 മിനിറ്റിൻ്റെ ഇതിലോട്ട് ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ വിഷയത്തിലോട്ട് വരാം. ഞാൻ അതിനു മുമ്പായിട്ട് എനിക്ക് എൻ്റെ ഗുരുനാഥനെക്കുറിച്ച് 2 വാക്ക് പറയാതെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഗുരു എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്നുള്ളതിന് എനിക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ഗുരുനാഥൻ എന്നുള്ളത്. കാരണം ധനേച്ഛ കൂടാതെ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്കും ധനേച്ഛ തീരെ ഇല്ലാതെ പോയത് അതുകൊണ്ടായിരിക്കാം. ധനേച്ഛ കൂടാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടായിരിക്കും. ധനത്തോട് ഇന്ന് വരെയ്ക്കും ഒരു ആർത്തി തോന്നാതിരുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ടായിരിക്കാം. പിന്നെ നിഷ്ഠയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുടെയൊക്കെ കാര്യത്തിൽ വളരെ 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 സ്ട്രിക്റ്റായിട്ടിരുന്ന ഒരാളാണ് അദ്ദേഹം എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് രാവിലെ മുതലുള്ള കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ആ സമയത്ത് എണീക്കുക, അതുപോലെ തന്നെ ജപാതി കാര്യങ്ങളൊക്കെ വളരെ നിഷ്ഠയോടെ കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ തണലിൽ നിന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് അമ്പലത്തിൽ ഉള്ള സമയത്തൊക്കെ. പിന്നീട് ഞാൻ ചെന്നൈയിലേക്കൊക്കെ പോയ സമയത്ത് അവിടെ ഇതുപോലത്തെ ഒരു അന്തരീക്ഷമല്ല, എല്ലാം മാറി മറിയണ സമയത്തും ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ നിഷ്ഠയോടെ കൂടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് മുതൽ പഠിക്കുന്ന കാലം മുതൽ, കോളേജ് പഠിക്കുന്ന സമയം മുതൽ, കോളേജ് പഠിക്കുന്ന മുമ്പ് മുതൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തനായിട്ട് ഇരിക്കാമെന്നാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളവരെ പോലെ ആവാതെ, ഒരേപോലെ ആവാതെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു യുണീക്നെസ് ഞാൻ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഞാനതിനൊരു ഒരു പതിവുണ്ടായിരുന്നു പണ്ട് മുതൽ. അപ്പോൾ ഈ ഗുരുനാഥൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റൊക്കെ അദ്ദേഹം പറയുന്നത് അക്ഷരം പ്രതി അതേപോലെ തന്നെ തിരിച്ച് ഒരു ഇതും ചോദിക്കാതെ അതേപോലെ അനുസരിക്കുന്ന ഒരു ശീലം പണ്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ കാരണം അദ്ദേഹം പറഞ്ഞു തരുന്ന മാത്രം അതേപടി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടിങ് സമയത്തൊക്കെ. പിന്നീട് ഞാൻ ഈ ചെന്നൈയിലോട്ടൊക്കെ പോയതിന് ശേഷമാണ്, കാരണം പലതും സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പറ്റുന്നില്ല, പല കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റാതെ ആവുന്ന സമയത്ത് ഞാൻ എൻ്റെ മോഡ് ഓട്ടോമാറ്റിക്കലി മാറ്റിയിട്ട് ഒരു പരിവർത്തനം അവിടെ നിന്ന് വരികയാണ്. അവിടെ മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൊത്തം ഒരു മാറ്റം സംഭവിച്ചത്. ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ ഒരുപക്ഷെ പോയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് കാണുന്ന ഒരു അനന്തൻ എന്നുള്ള ആൾ ഉണ്ടാവുമെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചെന്നൈ എന്നുള്ള മഹാനഗരം എന്നെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു നഗരമാണ് ചെന്നൈ നഗരം എന്നുള്ളത്. കാരണം പാലക്കാടുള്ള ഒരു സ്ഥലത്ത് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്.
വീട്, അതുപോലെ തന്നെ സാധനം, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം വേറെ ഒരു പരിചയവും എനിക്കില്ല. പുറത്തുള്ള ലോകം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് യാതൊരു അറിവും എനിക്കില്ല എന്നൊന്നും. പിന്നീട് ഞാൻ ഇങ്ങനെ പോയ സമയത്ത്, കാരണം പാലക്കാടും ചെന്നൈ നമ്മൾ വ്യത്യാസം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. പാലക്കാടത്തെ ലൈഫ് സ്റ്റൈലേ അല്ല ചെന്നൈയിലെന്നുള്ളത്. ചെന്നൈയിൽ പോയപ്പോൾ ജീവിതം വളരെ ഫാസ്റ്റാണ്. അവിടെ ആർക്കും ഒന്നിനും സമയമില്ലാത്ത ആൾക്കാരാണ് അവിടെ ഞാൻ കണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മളെങ്ങനെ സാധനം അനുഷ്ഠിക്കുക, എങ്ങനെ നമ്മൾ ഈ ആചാരാനുഷ്ഠാനം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അവിടുത്തെ സാഹചര്യം അതിനനുസരിച്ചുള്ള കാര്യമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒട്ടും കുറയാതെ ഇവിടെ മുമ്പുള്ള എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് അവിടെയും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിലൊന്നും ഒരു കോംപ്രമൈസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മസ്കറ്റ് പോയ സമയത്തും ഇതുപോലെ തന്നെ, കോയമ്പത്തൂർ വന്ന സമയത്തും ഇതുപോലെ തന്നെ. ഞാൻ എന്താണ് പാലക്കാട് ചെയ്തത് അതേപോലെ തന്നെയാണ് ഞാൻ ചെന്നൈയിലും മസ്കറ്റിലും ഈ പറഞ്ഞ പോലെ കോയമ്പത്തൂരും എല്ലാം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കടുത്ത ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കടുത്ത ഒരു ശിക്ഷണത്തിൽ ആയതുകൊണ്ട് മാത്രം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന പൂജയിൽ മറ്റുള്ളവർക്ക് നല്ല ഒരു ഫലപ്രാപ്തി എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം എൻ്റെ ഗുരുനാഥന് മാത്രമുള്ളതാണ്. ഞാനിതിൽ വേറെ ആർക്കും അവകാശം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഠിനമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ പല കാര്യങ്ങളും എന്നെ ശക്തമായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതൊക്കെ കഠിനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് ഒരുപാട് പുറച്ചനാഥ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ചെയ്തതിൻ്റെ ചൈതന്യം കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ആ ഒരു എനർജി കൊണ്ടായിരിക്കാം പല കാര്യങ്ങളും ഇതുവരെയ്ക്ക് ഈ ഓരോ പൂജ ചെയ്യുന്ന സമയത്തും അതിന് ഫലപ്രാപ്തിയൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ കൊണ്ടാണ്. ഗുരുനാഥൻ്റെ അടുത്ത് പണ്ട് മുതലേ നിഷ്കർഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യണം വെച്ചാൽ നമ്മുടെ അവനവൻ്റെ ഉള്ളിൽ എനർജി ഉണ്ടാവണം, എന്നാലേ പുറത്ത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഉള്ളൂ. അപ്പോൾ അതിന് അവനവൻ്റെ ഉള്ളിൽ നല്ല എനർജി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രം അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ദീക്ഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ക്ഷേത്രപൂജ എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് പൊതുവെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ക്ഷേത്രപൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലം വ്യത്യസ്തമായിട്ടുള്ള തലമാണ്. അപ്പോൾ അത് ഒരു സാധകൻ എന്നുള്ള നിലയ്ക്ക് ഒട്ടും യോജിച്ച ഒരു ഇതല്ല എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ അത് തിരുത്തുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഫാമിലി മാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് തൻ്റെ കുടുംബത്തെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം തനിക്കുണ്ട്. അപ്പോൾ തനിക്ക് വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ചെയ്തോളൂ, എനിക്കതിൽ യാതൊരു വിരോധവും ഇല്ല എന്നുള്ളത് പിന്നീട് അദ്ദേഹം പറയണ്ടായി. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാനിവിടെ വന്നു, ഞാൻ ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു ക്ഷേത്രപൂജ ചെയ്യുന്നത് തന്നെ. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഒരുപാട് ഗ്യാപ്പ് വന്നുള്ളതുകൊണ്ട്. ഇവിടെ വന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഒരു സറണ്ടർ എന്നുള്ള ഓപ്ഷൻ മാത്രമേ എനിക്കുണ്ട്, ഈ ദേവതകളുടെ മുമ്പിൽ സറണ്ടർ ആവുക എന്നുള്ളത് മാത്രം. അപ്പോൾ പിന്നീട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും എനിക്ക് ഓരോന്നും എനിക്ക് തോന്നും, ഓരോ സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നാകുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയും 2025 ഓരോ സമയത്തും ഓരോന്ന് തോന്നുന്നതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഏറ്റെടുത്ത വലിയ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം കുരങ്ങന്മാരുടെ ശല്യമുള്ളതുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ താഴിക്കൂടങ്ങളും ഒരുപാട് സംഭവങ്ങളൊക്കെ തള്ളിയിട്ടിട്ടൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. അതായത് ഇളകാതെ നിന്നിട്ടുള്ളത് ദേവിയുടെ താഴിക്കൂടവും നവഗ്രഹത്തിൻ്റെ താഴിക്കൂടം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ താഴിക്കൂടവും താഴത്ത് വീണിട്ടുള്ള ആ സെറ്റപ്പാണ് ഉണ്ടായിരുന്നത്. താഴിക്കൂടം ചിലതില്ലാതിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ശാസ്ത്രയുക്തിയെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ താഴിക്കൂടം വന്നു വെച്ചാൽ ചൈതന്യ ലോഭം ഉണ്ടാവും എന്നൊക്കെയാണ് പറയാം. മാത്രമല്ല ഈ പട്ടി, പൂച്ച, പെരിച്ചാഴി, കാക്ക, അങ്ങനെ ഈ കുരങ്ങ്, അങ്ങനെ എല്ലാ സകല ജീവികളും ക്ഷേത്രത്തിനകത്ത് യഥേഷ്ടം വിഹരിക്കുന്ന ഒരു ടൈമും കൂടിയായിരുന്നു അതെന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നമ്മളെങ്ങനെ മാറ്റിയെടുക്കുക? കാരണം നമുക്ക് ഇപ്പോൾ ഒരു കേരളത്തെ ഒരു ക്ഷേത്രമാണെന്ന് വെച്ചാൽ ഡെയിലി ശുദ്ധി കലശങ്ങളും മറ്റൊരു സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ നമ്മളിതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മളെങ്ങനെ ചെയ്യും? ഡെയിലി നമുക്ക് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മളിതെന്താ ചെയ്യാം എന്ന് നോക്കുന്ന സമയത്ത് ഞാനൊന്നാമത് ഈ സാധകനായത് കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ ശുദ്ധാശുദ്ധം നമുക്ക് ഒന്നുമില്ല, ശുദ്ധാശുദ്ധം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ തന്നെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് അത് ശരിയാണോ തെറ്റാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ശരി, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടു. കാരണം നമുക്ക് വേറെ ഓപ്ഷനില്ല. കാരണം
ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പട്ടി കയറിക്കുന്ന അശുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂജ കഴിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ കുരങ്ങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാക്കകളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവർ കുരങ്ങൾ കാഷ്ടിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നിനും ഒരു നമുക്ക് നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത സംഭവം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഒറ്റ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട പണി കൃത്യമായിട്ടും വൃത്തിയായിട്ടും ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ ഉണ്ടാകും. പിന്നെ ഞാൻ പൊതുവെ പറയുന്ന ദേവത എന്നുള്ളത് പ്രതിഷ്ഠിക്കുന്ന വ്യക്തി, തന്ത്രി എന്നുള്ളത് പിതൃസ്ഥാനീയനും അവിടുത്തെ അർച്ചകൻ അല്ലെങ്കിൽ പൂജാരി എന്നുള്ളത് മാതൃസ്ഥാനീയനും എന്നാണ് പറയുക. പൊതുവെ നമ്മൾ കുട്ടികളുടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്ന അവരുടെ അമ്മമാരെയൊക്കെ സ്വാധീനിക്കുക. കാരണം എന്താ വെച്ചാൽ അവരാണ് എന്നും കുട്ടികളുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ നോക്കുന്നത് കുട്ടികളുടെ അമ്മമാരായതുകൊണ്ട് ആ അമ്മമാരുടെ സ്വാധീനം വളരെ വളരെ കുട്ടികളെ സ്വാധീനിക്കും. അപ്പോൾ അത് ഞാനിവിടെ വന്നപ്പോൾ തീർത്തും പ്രാക്ടിക്കലായിട്ട് ഞാൻ അത് ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ശുദ്ധാശുദ്ധം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെയുള്ള ദേവതകളെയും ആ ലെവലിലോട് മാറ്റിയെടുക്കുക ചെയ്തിട്ടുണ്ട്. കാരണം എന്ത് വന്നാലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ഇവിടെ ദേവപ്രശ്നം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണ് ഓക്കെ ഇതിനൊക്കെ നോക്കുന്ന സമയത്ത് ദേവതകളെ വളരെ ഹാപ്പിയാണ് ആ സമയത്ത്. അപ്പോൾ അതിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം കറക്റ്റാണെന്നുള്ള കാര്യം എനിക്കൊരു ഒരു ഒരു ഉറപ്പായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ ഞാൻ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒട്ടും പ്രാക്ടിക്കലല്ല. അതായത് നമുക്ക് ശുദ്ധം എന്നുള്ള കാര്യം നമുക്കിവിടെ ഒട്ടും പ്രാക്ടിക്കലല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അശുദ്ധിയിൽ എങ്ങനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ഇവിടെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമേ എൻ്റെ മുമ്പിൽ ഓപ്ഷനുള്ളൂ. പിന്നെ അവിടെയുള്ള ദേവതകളെ ആ ലെവലിലോട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്നുള്ളത്. അത് ഞാൻ അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് 2024 ഈ പറഞ്ഞ പോലെ ഈ പ്രതിഷ്ഠാവർഷം മഹാകുംഭാഭിഷേകം ചെയ്യുന്നതിന് മുമ്പായിട്ട് നടത്തിയ ദേവപ്രശ്നത്തിൽ ജ്യോത്സ്യം പറഞ്ഞത് 2000, അതായത് 100ൽ 1% പോലും കുറയ്ക്കാനില്ല, പൂജ്യമെല്ലാം ഓക്കെയാണ്, പരിപൂർണ്ണ സാന്നിധ്യം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഇൻ കേസ് അവർ ഈ സാന്നിധ്യം വളരെ കുറവാണ്, ദേവതകളുടെ സാന്നിധ്യങ്ങളില്ല, പൂജ ചെയ്യുന്നത് ശരിയില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങാൻ തയ്യാറായിട്ട് നിൽക്കാം. കാരണം ഇതിന് മേലെ എനിക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം ഞാൻ ചെയ്യുന്നതിൻ്റെ മാക്സിമമാണോ എനിക്ക് ചെയ്യുന്നത്. ഇനി അതിന് മേലെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. കാരണം ഞാൻ ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ എക്സ്ട്രീം ലെവലിലോട്ട് പോകുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. അതിപ്പോൾ അക്കൗണ്ട്സ് ആണെങ്കിൽ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോകുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിപ്പോൾ പൂജ എന്നുള്ളതല്ല, എന്ത് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ അഞ്ഞിപ്പോൾ അതിന് മേലെ എനിക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങുക എന്നുള്ളത് തന്നെ ഇരുന്നുണ്ട്. ഭാഗ്യത്തിന് അവരങ്ങനെ പറഞ്ഞപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നിലനിന്ന് പോകുന്നു. ഞാൻ ഇതൊട്ടും പ്രിപ്പയർഡായിട്ട് പറയുന്നതല്ല. കാരണം അപ്പോൾ തോന്നുന്നത് പറയുന്നതെന്ന് മാത്രം, ഞാൻ ഒട്ടും പ്രിപ്പയർഡല്ല. അതുകൊണ്ട് ദയവായിട്ട് ക്ഷമിക്കുക. മാത്രമല്ല, അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവം എന്നുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഏതൊരു മനുഷ്യനും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 2020 കൊറോണ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് സഹായകമായതായോട്ടെ, ഇപ്പോൾ ഞാൻ കൊറോണ സമയത്ത് എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ സമയത്ത് എൻ്റെ മോൾ ജനിക്കുന്നതും കൊറോണ സമയത്താണ് ജനിക്കുന്നത്. ഇത് രണ്ടും ഇപ്പോൾ ഒരു പ്രസവം എന്നൊക്കെ ഉള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു സംഭവമാണ് പ്രസവം എന്നുള്ളത്. കാരണം എന്ത് വേണം സംഭവിക്കും പ്രസവത്തിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ന്യൂസിലൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അതൊക്കെ നല്ല രീതിയിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കുട്ടിയെ തന്നെ എനിക്ക് ദൈവം തന്നത്. ഇവിടെ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ആണ് ഈ പറഞ്ഞ വീട് എന്നുള്ളത്. കാരണം എനിക്കത് ഒട്ടും ഞാൻ ഒട്ടും വിചാരിച്ചിരുന്ന സംഭവമല്ല വീട് പണി എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ ഈ കൊറോണ സമയത്ത് ഞാൻ നാട്ടിൽ പോയപ്പോൾ സ്വാഭാവികമായിട്ടും 14 ദിവസം റൂം ക്വാറൻറ്റൈനും 14 ദിവസം ഹോം ക്വാറൻറ്റൈനാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ വൈഫിൻ്റെ ഡെലിവറി മാസത്തിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങിയ ഉടനെ അവളുടെ ഡെലിവറി സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ പണിയുമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഡയറക്ടറോട് അനൂപ്ജിയോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനൂപ്ജി ഞാൻ എന്നെയും കുട്ടിയുടെ 28 കഴിഞ്ഞിട്ടേ വരലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 മാസം ലീവാണ് ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടെ പൂജ ചെയ്തതാവട്ടെ ചേതൻ ശർമ്മ എന്നുള്ളൊരു പയ്യാണ് ഇവിടെ പൂജ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തതെന്നുള്ളത് എൻ്റെ മോളുടെ 2ാമത്തെ മോളുടെ 1ാം പിറന്നാൾ ആഘോഷിച്ചത് ഈ ആശ്രമത്തിൽ വെച്ചിട്ടാണ്. കാരണം കൊറോണ സമയത്ത്
അവരിങ്ങോട്ട് വന്നിട്ട് പിന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോളുടെ 1ാം പിറന്നാൾ ഇവിടെ വെച്ചിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റി. ഞാൻ പ്രഹ്ലാദ്ജിയും അനൂപ്ജിയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരന്ന് ട്രിവാൻഡ്രത്തായിരുന്നു ഉണ്ടായിരുന്നു. അവരിത് നല്ല രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്തത്. പിറന്നാൾ നന്നായിട്ട് ആഘോഷിക്കാൻ സാധിച്ചു. സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ളത് സാധ്യമായത് ഈ ആശ്രമത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. കാരണം അത് ഞാൻ എവിടെയും പറയാനുള്ള ഒരു സംഭവം തന്നെ. കാരണം ഈശ്വരാനുഗ്രഹം എന്നുള്ള ഒരു ഒന്നുകൊണ്ട് മാത്രം നടന്നിട്ടുള്ളൊരു സംഭവമാണ് സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ളത്. കാരണം ഒട്ടും പ്രതീക്ഷയില്ലായിരുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ അടുത്തതെന്നുള്ളതാണ് ഒരു സർട്ടിഫൈഡ് യോഗ ടീച്ചർ ആവുക എന്നുള്ളത്. അതും ഇവിടെ വന്നതിന് ശേഷം സാധ്യമായിട്ടുള്ള സംഭവം. 2021 ജൂലൈ ബാച്ചിലാണ് ഞാൻ ഇവിടുത്തെ TTC ഞാൻ ചെയ്യുന്നത്. അതിനും സഹായകരമായിട്ട് നിന്നിട്ടുള്ളത് ഇതുപോലെ ചൈതന്യ ശർമ്മ എന്നുള്ള പയ്യനാണ് ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. ഞാനൊരു 10 ദിവസമൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു യോഗ. അതായത് നേരത്തെ തന്നെ വന്ന് അമ്പലം തുറന്നിട്ട് 6 മണിക്ക് മുമ്പായിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് പോകുന്ന ഒരു ശീലമുണ്ട്. പിന്നീട് പ്രാക്ടീസുകളെല്ലാം കൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് പറ്റാതായിപ്പോയി. അപ്പോൾ ഞാൻ ചൈതന്യ ശർമ്മ ആ പയ്യനാണ് ഇവിടെ പൂജ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരത്ത് മാത്രം വന്ന് ഞാൻ പൂജ ചെയ്യും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതും വലിയൊരു ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. കാരണം എന്താ വെച്ചാൽ ഞാൻ 3 വർഷം വന്നിട്ട് ഇവിടെ ഒരിക്കലും ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിൽ നിൽക്കണ്ടേ. അമ്പലത്തിൽ നിൽക്കാൻ പറ്റിയ ഒരാൾ നമുക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല അതുപോലെ കൊറോണ സമയത്ത് ആൾക്കാർ കുറച്ച് കുറവായത് കൊണ്ട് എനിക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇവിടെ പൂജ ചെയ്യാൻ തയ്യാറായിട്ടും ആൾക്കാർ വേണമല്ലോ. പൂജ ചെയ്യാൻ പറ്റിയ ആൾക്കും കിട്ടണം. അതുപോലെ തന്നെ അവരും തയ്യാറാവണം. അപ്പോൾ അങ്ങനെ ഒരാൾ കിട്ടിയപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. അത് സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരു TTC എടുക്കാൻ പറ്റുന്നുള്ള കാര്യം. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഈ വർഷം, അതായത് ഈ പറഞ്ഞ 2020-2022 ഉള്ളിൽ നടന്ന ഇമ്പോസിബിൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഈ 2 കാര്യമാണ്. ഇനി 2023 ടു ഈ പറഞ്ഞ പോലെ 25-നുള്ളിൽ വേറെ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നത്. അത് എനിക്ക് എന്നെ തന്നെ സ്വയം വിശ്വസിപ്പിക്കാൻ ഞാൻ ഒരുപാട് സമയം എടുത്തു. കാരണം ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ഈ കാണുന്നതൊക്കെ ശരിയാണോ എന്ന് അറിയുമ്പോൾ ഞാൻ പല കാര്യങ്ങളും കൺക്ലൂഷൻ എത്തുന്നത്. ഇപ്പോൾ ഹരിരാമാനന്ദ സ്വാമി, അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ട് കുറേ കാര്യങ്ങൾ. ബാക്കി സാധാരണപരമായിട്ട് കാര്യം ഞാൻ പൊതുവെ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല പൊതുവെ. കാരണം മുമ്പ് ഗുരുനാഥൻ്റെ ഡിസ്കസ് ചെയ്യും. പക്ഷേ പല കാര്യങ്ങളും എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പേടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് ബേസ് പോകുന്ന ഒരാളല്ല. സ്ക്രിപ്റ്റ് ബേസ് പോയിട്ട് പരാജയപ്പെടുന്ന സമയത്ത് ഞാൻ എൻ്റേതായിട്ടുള്ള വഴി ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അത് സ്ക്രിപ്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒരിടത്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ അത് അംഗീകരിക്കുന്നുള്ള ഒരു പേടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നിൽക്കാറില്ല. അതിനൊരു എക്സാമ്പിളായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് ഈ 2019 ആ സമയത്ത് 18 ഞാൻ അവിടേക്ക് പോകുന്നത്. 19 സമയത്ത് ഞാനീ പറഞ്ഞ പോലെ നിഷ്ഠകളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ റൂം ബാച്ചിലേഴ്സ് റൂമാണ്. അപ്പോൾ ഒരുപാട് ബഹളങ്ങളും എല്ലാം ഉണ്ടാകും. വേറെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരാണല്ലോ ഉണ്ടായിരുന്നത്. കേരളത്തിലുള്ള ആൾക്കാർ തന്നെയാണ്, പക്ഷേ വിവിധ തരത്തിലുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ഈ പരിപാടിയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തിരി നമുക്ക് എപ്പോഴും ശ്രദ്ധ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് ഞാൻ കണ്ടുപിടിച്ച ഒരു രീതി എന്ന് വെച്ചാൽ ബഹളത്തിൽ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് വെച്ചിട്ട് ഈ മൈക്കിൾ ജാക്സൻ്റെ ഈ ബീറ്റ് ഇറ്റ് സോങ് ഉണ്ട്, അത് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യും, ജപിക്കും, എല്ലാം ചെയ്യും. സ്ക്രിപ്റ്റ് പ്രകാരം സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മെഡിറ്റേഷൻ ചെയ്യാനാണ് സ്ക്രിപ്റ്റ് പറയുന്നത്. പക്ഷേ ഞാൻ ബഹളത്തിൽ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫീലിംഗ് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. കാരണം ഈ ബഹളത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഈ ചെറിയ ശബ്ദങ്ങൾ വരുന്ന സമയത്ത് ഡിസ്റ്റർബ് ആവുന്നതിന് പകരം നിങ്ങൾ ഡിസ്റ്റർബൻസിൽ മെഡിറ്റേഷൻ ചെയ്യും. അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുകയുള്ളൂ. അതുമാത്രമല്ല, സാധന എന്നുള്ളത് ഒട്ടും ഒരു ഈസി ടാസ്ക് അല്ല. പിന്നെ സാധക എന്നുള്ളത് എപ്പോഴും ഒരു ഒഴുക്കിനെതിരെ നീന്തുക ഉള്ളതാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ സാധകൻ എപ്പോഴും ഒരു ചലഞ്ചിന് ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കണം സാധകൻ എന്നുള്ളത്. ഇതുപോലുള്ള ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ പറയാനുള്ള പ്രതീക്ഷയുമായിട്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങൾ ഒരുപാട് മുഷ്മിച്ചിട്ടുണ്ടാകും, കാട് കയറി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാകും, ക്ഷമിക്കുക. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയുമായി അനന്തകൃഷ്ണൻ വിശ്വനാഥൻ, ഒരു സാധാരണ പാലക്കാടുകാരൻ.